ഇപ്പോഴത്തെ കാര്യോർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. മോളെങ്ങനെ റിയാക്ട് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ മോളെ. ഇത്രയൊക്കെ മുന്നോട്ട് പോയില്ലേ, ഈ കാര്യം കൂടി നടക്കട്ടെ. അവര് 3 പേരും ഒറ്റയ്ക്കിരിക്കുമ്പോ ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് പറയുന്ന കളവുകൾ അവർക്ക് ആവർത്തിക്കാൻ പറ്റില്ല. അച്ഛനോടും അമ്മയോടും എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മോളെ? എന്ത് കാര്യത്തിനും എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ എൻ്റെ ഒപ്പം നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമാ. അതും സ്വന്തം മകനെ എതിർത്ത്. അത് ന്യായം നിന്റെ ഭാഗത്തായതുകൊണ്ടല്ലേ? ശരി, പക്ഷെ ഏത് അച്ഛനമ്മമാർക്കും സ്വന്തം മകന്റെ കാര്യത്തിൽ ഒരു സ്വാർത്ഥത കാണില്ലേ? അയാളുടെ അഭിമാനത്തെക്കുറിച്ചൊരു ചിന്ത കാണില്ലേ? എന്നോട് കൂടെ നിൽക്കാന്ന് പറഞ്ഞ ബാധ്യതയുടെ പേരിലാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? സാരിങ്ങനെ ദ്രോഹിക്കണ്ടെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിക്കോളൂ. അതാ ഞാൻ പറഞ്ഞത്. അത് ഗംഭീരായല്ലോ മോളെ. സാരംഗിന്റെ അച്ഛനമ്മമാരെ നിലയ്ക്ക് ഞങ്ങൾ അവന്റെ കൂടെ നിൽക്കണം. ഞങ്ങൾ അവൻ പറയുന്ന കേൾക്കണം. നിന്നെയും നിന്റെ മക്കളെയും ദ്രോഹിക്കണം. അതാണോ നീ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? സ്വന്തം മകനെ പോലും തള്ളിപ്പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും നീ തരുന്ന കൂലിയാണോ മോളെ ഇത്? അങ്ങനെ ചിന്തിക്കണമെങ്കിലേ ഞങ്ങൾക്ക് എന്നേ ചിന്തിക്കായിരുന്നു. സാരംഗിന്റെ ഭാര്യയായിട്ട് നീ വന്നത് മുതല് അവനേക്കാൾ സ്ഥാനം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. അച്ഛനും അമ്മയും നിന്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാ. അതിനിടയിൽ ഇങ്ങനൊരു സംസാരം വേണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയണമല്ലോ. തൽക്കാലം നമ്മൾ തമ്മില് അത്ര ആചാരമര്യാദകളൊന്നും വേണ്ട. നീ കുടുംബം നഷ്ടപ്പെട്ട് നിൽക്കുന്നവളാ, സ്വസ്ഥത നഷ്ടപ്പെട്ട് നിൽക്കുന്നവളാ. അത് തിരിച്ചു പിടിച്ചു തരാനാ ഞാൻ ഇവളും പാടുപെടുന്നത്. അത് മാത്രമല്ല, യാമിമോളുടെ കാര്യത്തിൽ ഒരാളോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷൻ എന്നല്ല, കോടതി ആയാലും അവിടെ അവനെ കയറ്റി നിർത്തണമെന്നാ എന്റെ തീരുമാനം. നിങ്ങൾ ഇനി ഒത്തൊരുമിച്ചൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് അച്ഛനും അമ്മയും സ്വപ്നം കാണുക പോലും ഇല്ല. അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇനി അവൻ എങ്ങനെയായാലും സാരമില്ല. നീ ഞങ്ങളുടെ മകളും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ പേരക്കുട്ടികളുമാ. സോറി അമ്മേ. ഇങ്ങനൊരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത് എന്റെ മനസ്സിലെ ഏറ്റവും മോശം സമയത്താ. ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും എനിക്കിപ്പോ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ തന്ന കരുത്ത് മാത്രം മതി. ഇപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട്. ജയിക്കും എന്നുള്ളൊരു വിശ്വാസം, എന്റെ അച്ഛനമ്മമാരിലുള്ള വിശ്വാസം. കുടിച്ചിട്ട് പറയ് ഫാദർ, എന്റെ കൈപ്പുണ്യം ബെറ്റർ ആയിട്ടുണ്ടോന്ന്. സ്നേഹമുള്ള കഴിവുകളിൽ എനിക്കിപ്പോ സംശയമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാല് അരണത് മുഴുവൻ കഴിച്ചു തീർക്കും. ഈ ദാമ്പത്യവും പാചകവും തമ്മില് എന്തോ ഒരു ബന്ധം പറയുമല്ലോ ഫാദർ, അതെന്തായിരുന്നു? അത് പല രീതിയിലും പലരും പറയാറുണ്ടല്ലോ. അതല്ല, സംതൃപ്തിയോടെ ഭർത്താവിന്റെ വയറ് നിറയ്ക്കാൻ കഴിവുള്ളവള് അങ്ങനെ എന്തോന്നില്ലേ? ആ, അങ്ങനെയുണ്ട്. ഫാദറിന്റെ മോന്റെ വയറും മനസ്സും ഞാൻ നിറച്ചോളാം. ആ, അരുണും വന്നല്ലോ. ഇതെന്തു പറ്റി എല്ലാരും കൂടി ഇവിടെ? രംഗനാഥൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു. അതിന്റെ പിറകെ സ്നേഹം വന്നു. നീ വന്നിട്ടേ പോകുള്ളൂ എന്ന് രണ്ടുപേരും പറഞ്ഞു. അത് നന്നായി. അത്രയും നേരം ഫാദറിന്റെ ഒറ്റപ്പെടൽ അവസാനിക്കുമല്ലോ. അരുൺ, ഈ നെറ്റിയിൽ എന്തൊരു പാട്? ഓ, അതാവോ ഓഫീസിലെ കബോർഡിലൊന്നും തട്ടിയതാ. എന്നിട്ട് മെഡിസിൻ ഒന്നും ചെയ്തില്ലേ? അതൊരു ചെറിയ കാര്യമല്ലേ. എന്ത് ചെറിയ കാര്യം? ഇത് അരുൺ എനിക്ക് പിടിക്കാത്തത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല. എടോ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു നിസ്സാര കാര്യമാണ്. എനിക്കിത് നിസ്സാരമല്ല. എന്റെ കൊച്ചിന്റെ അച്ഛനെ ഞാൻ നന്നായിട്ട് നോക്കിയില്ലെങ്കിലേ എന്റെ കൊച്ചു വരുമ്പോ എന്നോട് ചോദിക്കും, അമ്മ എന്തെടുക്കായിരുന്നു എന്ന്.
കുഴപ്പമില്ലടോ. അങ്കിൾ എന്തോന്നും മിണ്ടാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രോബ്ലം ഇല്ല. അത് ചുമ്മാ പറയുന്ന അരുൺ. ഞാനിവിടെ കയറി വരുമ്പോഴേ രണ്ടുപേരും നല്ല സംസാരത്തിലായിരുന്നു. അപ്പം മുതലേ രണ്ടാളുടെ മുഖത്ത് നല്ല ഗൗരവം ഉണ്ടായിരുന്നു. നമ്മളെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിരുന്നാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതല്ല. അങ്കിൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ. നമ്മൾ ഒന്നിച്ചിരുന്ന പരിഹരിക്കാൻ പറ്റാതായിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും എല്ലാവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ലടാ. ചില കാര്യങ്ങൾ മനസ്സിൽ നിന്ന് വിങ്ങിയാലും പറയാനും പറ്റില്ല. ഫാദർ, ആ നിങ്ങളിരിക്കെ, ഞാനിതാ വരുന്നു. അച്ഛാ, ഇവിടെ എന്തോ കുഴപ്പം മണക്കുന്നല്ലോ. സത്യം പറ, ഇവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ കൂടെ കൂടെ ഇങ്ങനെ ആവർത്തിക്കുന്നത്? അങ്കിൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാൻ മാത്രം സ്നേഹമൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല, ഒന്നും ചോദിക്കുകയും വേണ്ട. അത്രയെങ്കിലും മനസ്സിലാക്കാൻ നോക്ക്. മൈഥിലി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? എൻ്റെ അച്ഛനമ്മമാരുടെ മുന്നിൽ ഒരു പോലീസുകാരനോടൊപ്പം ഇരിക്കാൻ എനിക്ക് താല്പര്യക്കുറവുണ്ട്. കുറ്റവാളിയുടെ സ്ഥാനത്താണല്ലോ ഞാൻ ഇരിക്കേണ്ടത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലേ കുറ്റവാളിയാവും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ തർക്കത്തിനില്ല. നാളത്തെ സിറ്റിംഗ് ഒഴിവാക്കണം. മാത്രമല്ല, മോളുടെ ഈ കണ്ടീഷനിൽ ഒരിക്കലും പെർമിറ്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല. മോളുടെ കണ്ടീഷനെ കുറിച്ച് സാരെങ്കിൽ ടെൻഷൻ ആവണ്ട, അത് ഞാൻ നോക്കിക്കോളാം. മൈഥിലി പ്ലീസ്, ഒരു കോംപ്രമൈസിന് താൻ തയ്യാറാവൂ. കഴിഞ്ഞ ദിവസം ഇതിനേക്കാളും താഴ്ന്ന ശബ്ദത്തിൽ, ഇതിനേക്കാളും റിക്വസ്റ്റ് ചെയ്ത് ഞാൻ സാരംഗിനോട് സംസാരിച്ചു. എന്തിനായിരുന്നു? എനിക്ക് ഇങ്ങനെ ഒരു കാര്യം മൂവ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. എൻ്റെ വീട്ടിൽ പോലീസ് വരുന്നതും എൻ്റെ ഭർത്താവിനെയും മോളെയും പോലീസ് ചോദ്യം ചെയ്യുന്നതും അഭിമാനമായിട്ട് ഞാൻ കാണുന്നു തോന്നുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇതങ്ങ് ഒഴിവാക്കിയാൽ നിങ്ങൾക്കും മായാമഹേശ്വരിക്കും സിമ്പിളായിട്ട് രക്ഷപ്പെടാം, അല്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. കുടുംബത്തിന്റെ അഭിമാനം, അച്ഛനമ്മമാരുടെ ഇടയിലുള്ള അപമാനം, എന്തൊക്കെ തേൻ പുരട്ടി പറഞ്ഞാലും യഥാർത്ഥ ലക്ഷ്യം അത് തന്നെയാ. ഓക്കെ, നാളെ വരണ്ടാന്ന് DYSP സാറിനോട് ഞാൻ വിളിച്ചു പറയാം. ഈ വീട്ടിലല്ല, ഓഫീസിൽ പോലും ചോദ്യം ചെയ്യലുണ്ടാവില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. താങ്ക് യു. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഒരേ ഒരു കണ്ടീഷൻ. യാമിക്ക് എന്തു പറ്റിയെന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം. അവിടെ തീരും ഈ പ്രോബ്ലംസ് എല്ലാം. പറയ് സാരംഗ്. യാമിയുടെ മുമ്പിൽ സാരംഗ് തെറ്റുകാരനല്ലെന്ന് സാരംഗിന് പറയാൻ പറ്റുമോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഈ ചോദ്യം കഴിഞ്ഞ ദിവസം യാമി തുറച്ചു നോക്കിയപ്പോ സാരംഗ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ നിങ്ങൾ തോറ്റുപോയി സാരംഗ്. അച്ഛൻ നിങ്ങളുടെ പേര് കേസ് കൊടുത്തപ്പോ നിങ്ങൾ പൊട്ടിത്തെറിച്ചു. മായാമഹേശ്വരിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോ നിങ്ങൾ വെല്ലുവിളിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങൾ കെഞ്ചുക. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മറച്ചു വെക്കാൻ എന്തൊക്കെയോ ഉണ്ടെന്നാ. എന്റെ കാര്യത്തിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്തേനെ. പക്ഷെ എന്റെ മകളുടെ കാര്യമായതുകൊണ്ട് ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല സാരംഗ്. നാളെ നിങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഇരുന്നേ പറ്റൂ. നിക്ക്. എന്നിട്ട് നാളെ യാമി എന്തെങ്കിലും പറയൂ? പണ്ട് ചില വീരകഥകളൊക്കെ പറഞ്ഞ കൂട്ടത്തില് സാക്ഷി പറയാൻ വന്നവനെ പിടിച്ച് കൂട്ടിലിട്ടതും ഇല്ലാതാക്കിയതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊല്ലാൻ ഉദ്ദേശമുണ്ടോ എന്റെ മോളെ? ജയിക്കാൻ വേണ്ടി അതിന് മടിക്കില്ലല്ലോ നിങ്ങള്. ഓക്കെ, ഞാനൊരു ദുരന്തം ഒഴിവാക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നടക്കില്ല സാരംഗ്. കാര്യങ്ങൾ ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ നടക്കും. അതുവരെ നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കാം.
രഞ്ജിത്ത്, ഞാൻ അവിടെ ഒന്ന് പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? മൈഥിലിക്കൊരു സപ്പോർട്ട് ആവുമല്ലോ. എടോ, സാധാരണ ഒരു കാര്യമാണെങ്കിൽ താൻ മൈഥിലിയോടൊപ്പം ചെന്ന് നിൽക്കുന്നതിൽ ഞാൻ എതിരല്ല. പക്ഷേ ഇത് വേണ്ടടോ. സാരംഗ്, മായ, മഹേശ്വരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ മൈഥിലി തനിച്ചായി പോവും. പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിലല്ലേ? എന്തായാലും അദ്ദേഹം സിൻസിയർ ആണെന്ന് നമുക്കൊരു തോന്നലുണ്ടല്ലോ. വേണ്ടത് DYSP സാർ ചെയ്തോളും. എന്ന് രഞ്ജിത്തും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അത് അതിലും വലിയൊരു ഇടിച്ചുകയറ്റമാവും. എന്റെ വീട്ടിൽ എന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ നടക്കുന്നൊരു പ്രശ്നത്തിന് നിങ്ങൾ എന്തിനു വന്നു എന്ന് സാരംഗ് ചോദിച്ചാൽ മിണ്ടാതെ ഇറങ്ങി പോരണ്ടേ? രാവിലെ തന്നെ ഇങ്ങനൊരു നാണക്കേട് ചുമക്കണോ? പിന്നെന്ത് ചെയ്യും? കാത്തിരിക്കാം. എല്ലാം കഴിഞ്ഞിട്ട് മൈഥിലി വിളിക്കട്ടെ. എടോ, താനിങ്ങനെ പേടിക്കണ്ട. എന്റെ ഒരു കണക്കുകൂട്ടലിൽ കാര്യങ്ങൾ മൈഥിലിക്ക് അനുകൂലമായി തന്നെ വരും. അയ്യേ, നിന്റെ മുടി എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? കൊള്ളില്ലേ? ഒരു രസവുമില്ല, വൃത്തികേടുവാ. നിന്റെ രൂപം തന്നെ മാറിപ്പോയി. അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആവണി, നിന്റെ ചേച്ചിയുടെ സെൻസ് നോക്കണ്ട. അത് ഔട്ട് ഓഫ് ഫാഷനാ. നീ ഇതിപ്പോ തന്നെ പോയി മാറ്റി കെട്ടിക്കൊണ്ടുവാ. ഞാൻ ഔട്ട് ഓഫ് ഫാഷൻ? ഇതാരപ്പ ഈ സ്റ്റൈലിഷ് ചക്രവർത്തി? അല്ല, തിടുക്കപ്പെട്ട് പുറത്തു പോവാന്ന് പറയുമ്പോ എന്റെ മുടിയെ കുറിച്ച് അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എടോ, തന്നെ പോലെയാണോ ഇവള്? നമ്മളെ കല്യാണം കഴിഞ്ഞ് പ്രാരാബ്ധക്കാരായി. ഇവള് കൊച്ചല്ലേ. ഇവക്ക് ഇപ്പോഴല്ലേ എന്തെങ്കിലും സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. ആവണി, ചെന്ന് മാറ്റിട്ടോ. എന്താ ചെയ്യണ്ടോ ചേച്ചി? ഇനിയിപ്പൊ എന്നോട് ചോദിച്ചിട്ട് എന്താ? പോയി മാറ്റിക്കിട്ടടി, ചെല്ല്. അതെ, ഞാൻ അവളോട് ഇങ്ങനെ കുറച്ച് ഫ്രീഡം എടുക്കുന്നതിൽ തനിക്ക് പരാതിയൊന്നുമില്ലല്ലോ. എന്ത് പരാതി? അവൾക്ക് ഇതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളാ. എപ്പോ സംസാരിച്ചാലും ഏട്ടനേട്ടനെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പാവം. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി എന്തെങ്കിലും കാര്യമായിട്ട് സമ്പാദിക്കാൻ പറ്റുകയാണെങ്കിൽ അവളുടെ വിവാഹമാകുമ്പോ നമുക്കങ്ങ് ഗംഭീരമാക്കണം. എന്താ? ആയിക്കോട്ടെ. എന്തായാലും ഏട്ടൻ അവൾക്ക് വേണ്ടി ഒരു ലോട്ടറി എടുക്ക്. അടിച്ച അവളുടെ ഭാഗ്യം അല്ലേ? ഇതാരത്? യദുക്കുട്ടനാ? കുട്ടിച്ച എന്തെടുക്ക? ഞാനേ പഴയ കുറെ പുസ്തകങ്ങൾ കൂട്ടി വെച്ചതൊക്കെ ഒന്നും പൊടി തട്ടി അടുക്കി പെറുക്കുമായിരുന്നു. താനെന്താ വന്നേ? അമ്മ ഇവിടെ വന്നിരുന്നോളാൻ പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് കൂട്ടായിട്ട് വിട്ടതാണോ? അതല്ല കുട്ടിച്ച, അവിടെ നിന്ന് പോലീസ് വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞയച്ചതാ. ആ, കുട്ടികൾക്ക് പോലീസിനെ പേടിയല്ലേ? അതാവും അമ്മ പറഞ്ഞയച്ചത്. എനിക്ക് പോലീസിനെ പേടിയില്ല. അമ്മയുടെ കൂടെ നിൽക്കുമ്പോ ഒരാളെയും പേടിയില്ല. അമ്മമ്മ എവിടെ? വാ. അമ്മമ്മ ദാ വരുന്നു. കണ്ടില്ലേ, അമ്മൂമ്മ നല്ല കുട്ടിയായി. വിളിച്ചാ ഓടി വരാറായി. അവിടെ DYSPയുടെ ചോദ്യം ചെയ്യലോ അങ്ങനെ എന്തോ നടക്കുകയല്ലേ? മൈഥിലി അതുകൊണ്ട് മോനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. അത് നന്നായി. അമ്മൂമ്മ ഒരു കൂട്ടില്ലാതെ വിഷമിക്കുകയായിരുന്നു. യദുക്കുട്ടൻ വന്നാ അമ്മൂമ്മയ്ക്കൊരു സന്തോഷാവില്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മൂമ്മയെ പുറത്തുകൊണ്ട് പൊക്കോട്ടെ എന്ന്. അപ്പൊ വേണ്ടെന്നാ പറഞ്ഞ. താനൊന്ന് ക്ഷമിക്കടോ, കുറച്ചു ദിവസം കഴിയട്ടെ. എന്നിട്ട് യദുക്കുട്ടന്റെ കൂടെ അമ്മൂമ്മയെ എവിടെ വേണമെങ്കിലും വിടാം. കൊണ്ടു നടന്നോ, കാണിക്കേണ്ടതൊക്കെ കാണിച്ചോ. അതൊന്നും വേണ്ട മോനെ. മോൻ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ വന്നാ മതി. കുട്ടിച്ച, മോൻ എന്താ കഴിക്കാനുള്ളേ? കഴിക്കാൻ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇരിപ്പില്ല. എന്നാ എന്തെങ്കിലും വാങ്ങിക്കേ. യദുക്കുട്ടാ, മോൻ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട കുട്ടിച്ച. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. യദുക്കുട്ടൻ ഇപ്പൊ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ? ഗസ്റ്റിനെ വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ലെങ്കിൽ അത് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് നാണക്കേടല്ലോടോ. ലക്ഷ്മി, ഞാനിപ്പോ വരാം. ആ പിന്നെ യദുക്കുട്ടാ, ചിലപ്പോ അമ്മൂമ്മയ്ക്ക് സംസാരത്തിനിടയിൽ ചുമയോ ശ്വാസം മുട്ടലോ ഒക്കെ വരാം. അപ്പൊ അടുക്കളയിൽ പോയി ചൂടുവെള്ളം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ ഫ്ലാസ്കിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് അങ്ങ് കൊടുത്താ മതി. ഓക്കെ? ശരി. ആ ലക്ഷ്മി,
മോനെ അവിടുന്ന് മൈഥിലി പറഞ്ഞയച്ചിരിക്കുന്ന അവസ്ഥ അറിയാലോ. നീയായിട്ട് കുഞ്ഞിനെ വിഷമിപ്പിക്കുന്ന ഒന്നും പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ അല്ലേ? യദുക്കുട്ടന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. ഞാൻ മാത്രമല്ല അമ്മൂമ്മേ, എല്ലാരും സങ്കടത്തിലാ. ഈ അമ്മശേഷിയുടെ കാര്യത്തിലാ. അത് ശരിയാക്കാൻ വേണ്ടിയല്ലേ പോലീസുകാർ വരുന്നേ? അതൊക്കെ മുതിർന്ന ആളുകൾ ശരിയാക്കിക്കൊള്ളും. യദുക്കുട്ടൻ അത് ആലോചിച്ച് തല പുകയ്ക്കണ്ട. അതെ, വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങണ്ടെന്നൊക്കെ കുട്ടിച്ചൻ പറയും. പക്ഷേ നമുക്ക് പിന്നാമ്പുറത്തൂടെ ഇറങ്ങാം. ഈ വണ്ടി അതുവഴി തള്ളിയിറക്കാൻ നല്ല എളുപ്പാ. അമ്മൂമ്മേ, അമ്മൂമ്മയ്ക്ക് പോണോ? പോകാൻ നീ. അവിടെ കുറെ ചേമ്പും കാച്ചിലും വേപ്പും ഒക്കെ ഉണ്ട്. അമ്മൂമ്മ കണ്ടിട്ട് എത്ര കാലമായെന്നോ. കുട്ടിച്ചൻ വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചു കയറാം. അമ്മൂമ്മ ഇപ്പൊ ശരിക്കും കുട്ടികളെ പോലെ. പിന്നല്ലാതെ, യദുക്കുട്ടൻ വരുമ്പോ അമ്മൂമ്മ കുട്ടിയെ പോലെ ആവണ്ടേ? അപ്പോഴല്ലേ സമപ്രായക്കാരാവൂ. എന്നാലല്ലേ ഒരുമിച്ച് കളിക്കാൻ പറ്റൂ. വാടോ. നീ എന്താടാ എങ്ങനെ നോക്കുന്നത്? ഇന്നലെ എന്ത് പറ്റി എന്റെ ഫാദറിന്? ഇന്നലെയോ? എനിക്കോ? എന്തു പറ്റാൻ? അതൊന്നും പറയണ്ട. എന്തൊരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഞങ്ങൾ തിരിച്ചെത്തിയപ്പോ സ്നേഹ എന്നോട് അങ്ങനെ പറഞ്ഞു. ഞാനൊരു ഇടവകയിലെ കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളല്ലേ. ചിലപ്പോ ചില കാര്യങ്ങൾ മനസ്സിൽ നിന്ന് കൈവിട്ടു പോകും, അത്രേ ഉള്ളൂ. ദേ, ഇപ്പൊ പോലും ഒരു ചെറിയ അകൽച്ച എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറ ഫാദർ. നിന്നോട് എനിക്ക് എന്താടാ പ്രശ്നം? നിന്നോട് എനിക്ക് വാത്സല്യം അല്ലാതെ മറ്റൊന്നും തോന്നില്ല. എന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഇപ്പൊ കൂടുതൽ ആഴത്തിൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഫാദർ. പ്രത്യേകിച്ച് സ്നേഹ ഇപ്പോ എനിക്ക് ചുറ്റും ഒരു മായാജാലം തന്നെ സൃഷ്ടിച്ചിരിക്കുക. ഞാനൊരു അഡ്വൈസ് ചോദിക്കട്ടെ? നമ്മുടെ പങ്കാളിയെ അളവിട്ട് സ്നേഹിക്കുന്നത് കുഴപ്പമുണ്ടോ? പങ്കാളി സത്യസന്ധയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫാദർ, ഞാൻ സ്നേഹയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടി പോലും മറന്നുപോകും. ആ, അപ്പൊ നീ പറഞ്ഞ വാക്ക് കറക്റ്റാ. മായാജാലം. മായാജാലത്തിനെ മനുഷ്യൻ ആ അവസ്ഥയിൽ എത്തിക്കാൻ പറ്റൂ. ഞാൻ സ്നേഹയുടെ ട്രിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട്. കാശ്മീരിലേക്കാ. ഫാദർ വരുന്നുണ്ടോ? ഒന്നാമത് എനിക്കൊരു വിനോദയാത്രയ്ക്കുള്ള മൂഡില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ രണ്ടുപേരുടെയും യാത്രക്കിടയിൽ എന്റെ സ്ഥാനം എന്താ? അയാളെ പറ്റാവുന്ന സ്ഥലത്തേക്ക് മുഴുവൻ കൊണ്ടുപോകണം. ഈ ലോകം മുഴുവൻ കാണിക്കണമെന്നാ എന്റെ മനസ്സിലുള്ളത്. അതേതായാലും നടപടിയാവില്ല. ആ, നീ ഇരിക്കെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ആ, അങ്ങനെ പോവല്ലേ. പറഞ്ഞു തീർന്നിട്ടില്ല. ചില സമയങ്ങളിൽ സ്നേഹ വെറും കൊച്ചുകുട്ടികളുടെ പോലെയാ. ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ പണ്ടത്തരങ്ങളായിരിക്കും, പക്ഷെ അതൊരു ക്യൂട്ടാ. അങ്ങനെ ഒരു ക്വാളിറ്റി അയാൾക്കുണ്ട്. ആ, ഏതായാലും കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ മുഴുവനായി അങ്ങ് പഠിക്കാൻ നോക്കും. ഇനി എന്ത് മുഴുവനായിട്ട് പഠിക്കാൻ? സ്നേഹ ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അത് മനുഷ്യരുടെ ഒരു മണ്ടത്തരമാണ്. ഒരാളുമായി കുറച്ച് ഇടപഴകുമ്പോൾ ഞാൻ അയാളെ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഒരാൾക്കും ഒരാളെയും മുഴുവനായി പഠിക്കാൻ പറ്റില്ല. അക്കാര്യത്തിൽ എനിക്ക് ഫാദറിനോട് തർക്കമുണ്ട്. അടുത്ത് നിൽക്കുന്ന ഒരാളെ പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഞാനിപ്പോ ഇതൊക്കെ നിന്നെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടതാ. അതൊക്കെ നീ പഠിച്ചോളും. അതെന്താ ഫാദർ ഒരു മുന്നറിയിപ്പ് പോലെ? എന്റെ ജീവിതത്തിൽ ഇനിയൊരു അപകടം ഫാദർ മുന്നിൽ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളടാ. ഫാദർ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പേടിയാണ്. ഒരു കാര്യം മുഖത്ത് നോക്കി പറഞ്ഞാലേ ആലോചിച്ചു നോക്കുമ്പോൾ അതിനൊരു 100 അർത്ഥം ഉണ്ടാവും. 1000 അർത്ഥങ്ങളിൽ സംസാരിക്കുമ്പോൾ തിരിച്ചറിയാത്ത നീ എന്റെ വാക്കിലെ 100 അർത്ഥം തേടുന്നു. ദേ പിന്നെയും തുടങ്ങി. എന്തോ ഒരു കുരുത്തക്കേട് ഫാദറിന്റെ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ചുമ്മാ അതങ്ങ് പറയുന്നേ. ഒന്നുമില്ലടാ, എനിക്ക് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഒന്നുകിൽ നീ എന്റെ കൂടെ ഇവിടെ വന്നു നിൽക്ക. ഞാൻ വരാം.
ആ പിന്നെ ഫാദർ, സ്നേഹയുടെ വേറൊരു കാര്യം. ഓ മതി 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 മതി. നീ സ്നേഹയുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കണം. പക്ഷേ ഞാൻ സ്നേഹയുടെ കാര്യങ്ങളൊന്നും കേൾക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. നിർത്തിയിട്ട് വാടാ.